എല്ലാവർക്കും നമസ്കാരം. ജോമോൺസ് അക്കാഡമിയിൽ നിന്നും ജോമോനാണ്. DHA, ഹാദ്, MOH, പ്രോമെട്രിക്, പിയേഴ്സൺ വ്യൂ, NHR പോലെയുള്ള എക്സാമുകൾക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് മറ്റൊന്നുമല്ല, ഇമ്മ്യൂണിറ്റി. ഇമ്മ്യൂണിറ്റി 2 ടൈപ്സ് ഉണ്ട്: ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയും പാസീവ് ഇമ്മ്യൂണിറ്റി. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി തന്നെ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ടുള്ള ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡി സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുക. അതേസമയം പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫർ ആയി കിട്ടുന്നതാണ്. അതായത് പാസീവ് ഇമ്മ്യൂണിറ്റി ശരിക്കും പറഞ്ഞാൽ 2 ടൈപ്സ് ഉണ്ട്: നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റിയും ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി. നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് ആൻറ്റിബോഡീസ് ട്രാൻസ്ഫർ ആയി കിട്ടുന്നു. അത് ബ്രസ്റ്റ് മിൽക്ക് വഴി അല്ലെങ്കിൽ പ്ലാസിൻ്റെ വഴി അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് നാച്ചുറലായിട്ട് ആൻറ്റിബോഡീസ് ട്രാൻസ്ഫർ ആയി കിട്ടുന്നതാണ് നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അതേസമയം രണ്ടാമത്തെ ടൈപ്പ് ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി. ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൻറ്റിബോഡീസ് ഇഞ്ചെക്ട് ചെയ്യുന്നത് വഴി നമുക്ക് രോഗപ്രതിരോധ ശേഷി കിട്ടുന്നു. അതായത് വാക്സിൻ എടുക്കുന്ന വഴി നമുക്ക് രോഗപ്രതിരോധ ശേഷി കിട്ടുന്നതാണ് ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണുന്നതിന് ജോമോൺസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ DHA, ഹാദ്, MOH, പ്രോമെട്രിക്, പിയേഴ്സൺ വ്യൂ, NHR പോലെയുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ജോമോൺസ് അക്കാഡമിയുമായി ബന്ധപ്പെടുക. താങ്ക് യു.